എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ നോക്കിയിരുന്നത് മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ച് ആയിരുന്നു. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ തന്നെ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റു ചെറിയ രാജവംശങ്ങളെക്കുറിച്ച് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് മധ്യകാല ഇന്ത്യയിൽ നിന്നുള്ള രാജവംശത്തെക്കുറിച്ച് മാത്രമാണ് നോക്കുന്നത്. അതുകൂടാതെ നമുക്ക് നമ്മളുടെ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ചും ഗുപ്ത സാമ്രാജ്യത്തെക്കുറിച്ചും എല്ലാം തന്നെ നോക്കാനുണ്ട്. അത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മധ്യകാല ഇന്ത്യ ചരിത്രം തീരണമെങ്കിൽ നമുക്ക് ഇനിയും ഒരു 2-3 ക്ലാസ്സോളം വേണ്ടി വരും. അപ്പോൾ ആ 3 ക്ലാസ്സസ് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ വെച്ച് നമ്മൾ എക്സാം നടത്തുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു എക്സാം ഡേറ്റ് പറയാം എന്ന് വിചാരിച്ചു. പക്ഷേ ഡേറ്റ് എന്നുള്ളതിനേക്കാളും നമ്മൾക്ക് ഇനി ഒരു 3 ക്ലാസ്സുകൾ വേണം. ഈ മധ്യകാല ഇന്ത്യ ചരിത്രം മുഴുവനായും പിന്നെ ലോകത്തിലെ പ്രധാനപ്പെട്ട വിപ്ലവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ തിരുവിതാംകൂർ രാജാക്കന്മാരെക്കുറിച്ചും എല്ലാത്തിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാം തന്നെ റിവൈസ് ചെയ്ത് വരുന്നുണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. മധ്യകാല ഇന്ത്യ ചരിത്രത്തിലെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഭരണം നടത്തിയിരുന്ന മറ്റു പ്രധാന രാജവംശങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേതാണ് രാഷ്ട്രകൂട വംശം. രാഷ്ട്രകൂട വംശം സ്ഥാപിതമായത് AD 755 AD 755 മുതൽ AD 975 വരെ രാഷ്ട്രകൂട ഭരണം നിലനിന്നിട്ടുണ്ടായിരുന്നു. ഈ രാഷ്ട്രകൂട സാമ്രാജ്യം സ്ഥാപിച്ചത് ദന്തിദുർഗൻ ആണ്. രാഷ്ട്രകൂട സാമ്രാജ്യം സ്ഥാപിച്ചത് ദന്തിദുർഗൻ ആണ്. അതുപോലെ രാഷ്ട്രകൂടന്മാരുടെ തലസ്ഥാനം ആയിരുന്നു മാൻഘട്ട്. മാൻഘട്ട് എന്നായിരുന്നു രാഷ്ട്രകൂടന്മാരുടെ തലസ്ഥാനം അറിയപ്പെട്ടിരുന്നത്. ഇനി രാഷ്ട്രകൂട രാജാവായ അമോഘവർഷൻ ഒന്നാമൻ രചിച്ച കൃതിയാണ് കവിരാജമാർഗം. അപ്പോൾ രാഷ്ട്രകൂട രാജവംശത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു രാജാവാണ് അമോഘവർഷൻ ഒന്നാമൻ. അദ്ദേഹം രചിച്ചിട്ടുള്ള കൃതിയാണ് കവിരാജമാർഗം. ഓക്കെ, ഇനി എല്ലോറയിലെ, അതായത് നമ്മുടെ പ്രസിദ്ധമായ എല്ലോറ ഗുഹാക്ഷേത്രത്തിലെ പ്രസിദ്ധമായിട്ടുള്ള കൈലാസനാഥ ക്ഷേത്രം പണിതത് കൃഷ്ണൻ ഒന്നാമൻ ആണ്. ഓക്കെ, എല്ലോറയിലെ കൈലാസനാഥ ക്ഷേത്രം പണിതത് കൃഷ്ണൻ ഒന്നാമൻ ആണ്. അതുപോലെ മഹാരാഷ്ട്രയിലെ എലിഫന്റ ഗുഹ നിർമ്മിച്ചതും ഈ രാഷ്ട്രകൂടന്മാരാണ്. മഹാരാഷ്ട്രയിലെ എലിഫന്റ ഗുഹ നിർമ്മിച്ചതും രാഷ്ട്രകൂടന്മാരാണ്. നൃപതുംഗൻ എന്നറിയപ്പെട്ട രാജാവായിരുന്നു അമോഘവർഷൻ. ഓക്കെ, നൃപതുംഗൻ എന്നറിയപ്പെട്ടത് അമോഘവർഷനാണ്. ഈ അമോഘവർഷൻ തന്നെയാണ് പ്രശ്നോത്തര മാലിക എന്ന ഗ്രന്ഥം രചിച്ചത്. പ്രശ്നോത്തര മാലിക രചിച്ചത് അമോഘവർഷൻ ആണ്. അതുപോലെ അമോഘവർഷൻ അറിയപ്പെടുന്ന മറ്റൊരു വിശേഷണമാണ് ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്ന്. അപ്പോൾ ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് ആര് എന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രകൂട രാജവംശത്തിലെ ഭരണാധികാരിയായിട്ടുള്ള അമോഘവർഷൻ ആണ്. അതുപോലെ രാഷ്ട്രകൂട വംശത്തിലെ പ്രശസ്തനായിരുന്ന മറ്റൊരു രാജാവായിരുന്നു ഗോവിന്ദൻ മൂന്നാമൻ. ഓക്കെ, അതുപോലെ രാഷ്ട്രകൂട വംശം ഡക്കാൻ കേന്ദ്രീകൃതമാക്കിയിട്ടായിരുന്നു ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാഷ്ട്രകൂട രാജവംശത്തിലെ അവസാനത്തെ പ്രമുഖ രാജാവായിരുന്നു കൃഷ്ണ മൂന്നാമൻ. ഓക്കെ, കൃഷ്ണൻ മൂന്നാമനായിരുന്നു രാഷ്ട്രകൂട രാജവംശത്തിലെ അവസാനത്തെ പ്രമുഖ രാജാവ്. പിന്നെ അറബ് സഞ്ചാരിയായിട്ടുള്ള സുലൈമാൻ അമോഘവർഷൻ ഒന്നാമനെ കുറിച്ച് തൻ്റെ കൃതിയിൽ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ സുലൈമാൻ എന്ന അറബ് സഞ്ചാരി ആരുടെ കാലത്താണ് ഭാരതത്തിൽ എത്തിയത് എന്ന് ചോദിച്ചാൽ അത് അമോഘവർഷൻ ഒന്നാമൻ്റെ കാലത്താണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഈ അമോഘവർഷനു ശേഷം രാഷ്ട്രകൂട വംശം തന്നെ നാമാവശേഷമായി എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് രാഷ്ട്രകൂട വംശത്തെക്കുറിച്ച് നോക്കാനുള്ളത്. രാഷ്ട്രകൂട വംശം സ്ഥാപിച്ചത് ദന്തിദുർഗനാണ്. മാൻഘട്ടായിരുന്നു അവരുടെ സ്ഥലസ്ഥാനം. അതുപോലെ അമോഘവർഷൻ രാഷ്ട്രകൂട വംശത്തിലെ ഭരണാധികാരിയായിരുന്നു. എല്ലോറ ഗുഹയിലെ കൈലാസ ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രകൂട വംശ ഭരണാധികാരിയായിട്ടുള്ള കൃഷ്ണൻ ഒന്നാമൻ ആണ്. പിന്നെ
ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നാണ് അമോഘവർഷൻ അറിയപ്പെടുന്നത്. അദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നത് നൃപതുംഗൻ എന്നും ഉണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ 2 കൃതികളാണ് കവിരാജമാർഗ എന്നുള്ളതും പ്രശ്നോത്തരമാലിക എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് നമുക്ക് ഹൊയ്സാല രാജവംശത്തെക്കുറിച്ചാണ് നോക്കാനുള്ളത്. ഓക്കെ, ഹൊയ്സാല രാജവംശത്തെക്കുറിച്ച് 10-14 നൂറ്റാണ്ടുകൾക്കിടയിൽ കർണാടകയിൽ നിലനിന്നിരുന്ന പ്രബല രാജവംശമാണ് ഹൊയ്സാല രാജവംശം. ഓക്കെ, 10-14 നൂറ്റാണ്ടുകൾക്കിടയിൽ കർണാടകയിൽ നിലനിന്നിരുന്ന പ്രബല രാജവംശമാണ് ഹൊയ്സാല രാജവംശം. ഇനി ബേലൂർ ആയിരുന്നു ഹൊയ്സാല രാജവംശത്തിൻ്റെ ആദ്യകാല തലസ്ഥാനം. ഇനി ഹൊയ്സാല രാജവംശത്തിൻ്റെ 2ാം തലസ്ഥാനമാണ് ദ്വാരസമുദ്രം അല്ലെങ്കിൽ ഹാലേബിഡ് എന്നുള്ളത്. ഓക്കെ, ബേലൂർ ആയിരുന്നു അവരുടെ ആദ്യത്തെ തലസ്ഥാനം. 2ാം തലസ്ഥാനമായിട്ടുള്ളത് ദ്വാരസമുദ്രം എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഹാലേബിഡ് എന്നറിയപ്പെടുന്ന സ്ഥലമായിരുന്നു. ഇനി പ്രസിദ്ധമായ ബേലൂര്, ഹാലേബിഡ് അമ്പലങ്ങൾ പണികഴിപ്പിച്ച രാജവംശമാണ് ഹൊയ്സാല രാജവംശം. ഓക്കെ, ഇനി ഹൊയ്സാല രാജവംശ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ അത് നൃപകാമ രണ്ടാമൻ. നൃപകാമ രണ്ടാമനാണ് ഹൊയ്സാല രാജവംശ സ്ഥാപകൻ. അദ്ദേഹം സാല എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇനി ഹൊയ്സാല രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു വിഷ്ണുവർദ്ധൻ. വിഷ്ണുവർദ്ധൻ എന്നുള്ളത് ഹൊയ്സാല രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു. ഹൊയ്സാല രാജവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് വീരബല്ലാല മൂന്നാമൻ. ഹൊയ്സാല രാജവംശത്തിലെ അവസാന ഭരണാധികാരിയായിരുന്നു വീരബല്ലാല മൂന്നാമൻ എന്നറിയപ്പെടുന്നവർ. ഓക്കെ, അപ്പോൾ ഹൊയ്സാല രാജവംശം എന്ന് പറയുന്നത് 10-14 നൂറ്റാണ്ടുകൾക്കിടയിൽ കർണാടകയിൽ നിലനിന്നിരുന്ന പ്രബല രാജവംശമാണ്. അതിൻ്റെ ആദ്യത്തെ തലസ്ഥാനം ബേലൂരും 2ാം തലസ്ഥാനം ദ്വാരസമുദ്രവുമാണ്. ഇനി ബേലൂർ, ഹാലേബിഡ് അവിടെയുള്ള അമ്പലങ്ങൾ, പ്രസിദ്ധമായ അമ്പലങ്ങൾ പണികഴിപ്പിച്ച രാജവംശവും ഹൊയ്സാല രാജവംശമാണ്. ഹൊയ്സാല രാജവംശ സ്ഥാപകൻ നൃപകാമ രണ്ടാമൻ അല്ലെങ്കിൽ സാല എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അതിലെ ഈ ഹൊയ്സാല രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് വിഷ്ണുവർദ്ധൻ ആണ്. ഇനി അതിലെ അവസാന ഭരണാധികാരി എന്ന് പറയുന്നത് വീരബല്ലാല മൂന്നാമൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഹൊയ്സാല രാജവംശത്തിൽ നിന്ന് നമുക്ക് നോക്കാനുള്ളൂ. അടുത്തത് നമുക്ക് പല്ലവ വംശത്തെക്കുറിച്ചാണ് നോക്കേണ്ടത്. പല്ലവ രാജവംശം എന്നുള്ളത് ദ്രാവിഡ വാസ്തുവിദ്യയുടെ പ്രോത്സാഹകർ എന്നറിയപ്പെടുന്ന രാജവംശമാണ്. ഓക്കെ, പല്ലവ രാജവംശമാണ് ദ്രാവിഡ വാസ്തുവിദ്യയുടെ പ്രോത്സാഹകർ എന്ന് അറിയപ്പെടുന്ന രാജവംശം. പല്ലവ രാജവംശത്തിൻ്റെ തലസ്ഥാനം കാഞ്ചിയാണ്. ഈ പല്ലവ രാജവംശ സ്ഥാപകൻ ആര് എന്ന് ചോദിച്ചാൽ അത് സിംഹവിഷ്ണു ആണ്. സിംഹവിഷ്ണു എന്ന വ്യക്തിയാണ് പല്ലവ രാജവംശ സ്ഥാപകൻ. ഇനി ആവണി സിംഹ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച പല്ലവ രാജാവാണ് സിംഹവിഷ്ണു. ആവണി സിംഹ. പല്ലവ രാജാക്കന്മാരിലെ ഏറ്റവും പ്രബലനും ശക്തനുമായ രാജാവായിരുന്നു നരസിംഹവർമ്മൻ ഒന്നാമൻ. ഓക്കെ, പല്ലവ രാജാക്കന്മാരിലെ ഏറ്റവും പ്രബലനും ശക്തനുമായ രാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ. ഇദ്ദേഹം ഒറ്റ യുദ്ധത്തിൽ പോലും തോറ്റിട്ടില്ലാത്ത പല്ലവ രാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ. അതുപോലെ ചാലൂക്യ രാജാവായിട്ടുള്ള പുലികേശി രണ്ടാമനെ പരാജയപ്പെടുത്തിയ പല്ലവ രാജാവും കൂടിയാണ് ഈ നരസിംഹവർമ്മൻ ഒന്നാമൻ എന്നുള്ളത്. അത് ഈ പുലികേശി രണ്ടാമനെ, ചാലൂക്യ രാജാവായിട്ടുള്ള പുലികേശി രണ്ടാമനെ നരസിംഹവർമ്മൻ ഒന്നാമൻ പരാജയപ്പെടുത്തിയ യുദ്ധം ഏത് എന്ന് ചോദിച്ചാൽ അത് മണിമംഗലം യുദ്ധമാണ്. ഓക്കെ, മണിമംഗലം യുദ്ധത്തിലാണ് ചാലൂക്യ രാജാവായിട്ടുള്ള പുലികേശി രണ്ടാമനെ നരസിംഹവർമ്മൻ ഒന്നാമൻ പരാജയപ്പെടുത്തിയത്. ഇനി നരസിംഹവർമ്മൻ്റെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു ഭാരവി. ഓക്കെ, അതുപോലെ നരസിംഹവർമ്മൻ്റെ കാലത്ത് കാഞ്ചി സന്ദർശിച്ച ചൈനീസ് സഞ്ചാരിയാണ് ഹുയാൻസാങ്. ഓക്കെ, അതുപോലെ ഇദ്ദേഹം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മഹാമല്ലൻ, വാതാപികൊണ്ട എന്നെല്ലാം. ഓക്കെ, മഹാമല്ലൻ, വാതാപികൊണ്ട എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പല്ലവ രാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ.
അതുപോലെ ഇദ്ദേഹമാണ് മഹാബലിപുരത്തെ പ്രശസ്തമായ രഥക്ഷേത്രം നിർമ്മിച്ച പല്ലവ രാജാവ്. മഹാബലിപുരത്തെ പ്രശസ്തമായ രഥക്ഷേത്രം നിർമ്മിച്ച പല്ലവ രാജാവാണ് നരസിംഹവർമ്മൻ ഒന്നാമൻ. ഇനി കാഞ്ചിയിലെ പ്രശസ്തമായ കൈലാസനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ച പല്ലവ രാജാവും അദ്ദേഹത്തിൻ്റെ നരസിംഹവർമ്മൻ രണ്ടാമൻ ആണ്. ഓക്കെ, കാഞ്ചിയിലെ പ്രശസ്തമായ കൈലാസനാഥ ക്ഷേത്രം പണി കഴിപ്പിച്ച പല്ലവ രാജാവ് നരസിംഹവർമ്മൻ രണ്ടാമൻ ആണ്. അതുപോലെ നരസിംഹവർമ്മൻ രണ്ടാമനാണ് രാജസിംഹ എന്നറിയപ്പെടുന്ന പല്ലവ രാജാവ്. ഇനി പല്ലവ രാജവംശത്തിലെ പുലികേശി രണ്ടാമൻ പരാജയപ്പെടുത്തിയ പല്ലവ രാജാവായിരുന്നു മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. ഓക്കെ, അപ്പോൾ പുലികേശി രണ്ടാമൻ പരാജയപ്പെടുത്തിയ പല്ലവ രാജാവ് ആര് എന്ന് ചോദിച്ചാൽ അത് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ ആണ്. ഇദ്ദേഹമാണ് മത്തവിലാസൻ, ഗുണഭാരൻ, ചിത്രകാരപുരി, വിചിത്രചിത്തൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നത്. മത്തവിലാസൻ, ഗുണഭാരൻ, ചിത്രകാരപുരി, വിചിത്രചിത്തൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പല്ലവ രാജാവാണ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. അതുപോലെ മത്തവിലാസ പ്രഹസനം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് കൂടിയാണ് മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. ഓക്കെ, മത്തവിലാസ പ്രഹസനം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൻ്റെ രചയിതാവും ഇദ്ദേഹം തന്നെയാണ്, മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ. ഇനി പല്ലവ ശില്പകല ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സ്ഥലമാണ് മഹാബലിപുരം എന്നുള്ളത്. പിന്നെ ഇതിൽ ഏറ്റവും അവസാനത്തെ ഭരണാധികാരി, പല്ലവ രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയാണ് അപരാജിതാവർമ്മൻ. ഓക്കെ, അപരാജിതാവർമ്മൻ എന്നുള്ളതാണ് പല്ലവ രാജവംശത്തിലെ അവസാന ഭരണാധികാരി എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പല്ലവ വംശവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. സ്ഥാപകൻ സിംഹവിഷ്ണുവാണ്, തലസ്ഥാനം കാഞ്ചിയാണ്. പിന്നെ മഹാബലിപുരത്താണ് പല്ലവ ശില്പകല ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ നമ്മൾ മഹേന്ദ്രവർമ്മൻ ഒന്നാമനെക്കുറിച്ചും നരസിംഹവർമ്മൻ ഒന്നാമനെക്കുറിച്ചും പിന്നെ നരസിംഹവർമ്മൻ രണ്ടാമനെക്കുറിച്ചും പറഞ്ഞു. പിന്നെ പല്ലവ രാജവംശത്തിലെ അവസാന ഭരണാധികാരിയാണ് അപരാജിതാവർമ്മൻ എന്നുള്ളതും നമ്മൾ പറഞ്ഞു. പിന്നെ ഈ നരസിംഹവർമ്മൻ്റെ കാലത്താണ് ഹ്യൂയാൻസാങ് കാഞ്ചി സന്ദർശിച്ചത് എന്നുള്ളതും നമ്മൾ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഒന്ന് പല്ലവ രാജവംശവുമായി ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കുക. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സംഘകാല കൃതികളിൽ മൂവേന്തന്മാർ എന്നറിയപ്പെട്ടിരുന്ന ചോളന്മാരെക്കുറിച്ചും പാണ്ഡ്യന്മാരെക്കുറിച്ചും ചേരന്മാരെക്കുറിച്ചുമാണ് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ചേര രാജവംശത്തെക്കുറിച്ച് നോക്കാം. ചേര രാജവംശത്തെക്കുറിച്ച് നമുക്ക് വളരെ കുറച്ചു കാര്യങ്ങൾ മാത്രമേ തന്നെയാണ് പഠിക്കാനുള്ളത്. കേരളപുത്രർ അല്ലെങ്കിൽ ചേരളപുത്രർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് ചേര രാജവംശം എന്നോർത്ത് വയ്ക്കുക. കേരളപുത്രർ അല്ലെങ്കിൽ ചേരളപുത്രർ എന്നറിയപ്പെട്ടിരുന്ന രാജവംശമാണ് ചേര രാജവംശം. ചുവന്ന ചേരൻ എന്നറിയപ്പെട്ടിരുന്ന ചേര രാജാവായിരുന്നു ചേരൻ ചെങ്കുട്ടുവൻ. ചുവന്ന ചേരൻ എന്നറിയപ്പെട്ടിരുന്ന ചേര രാജാവാണ് ചേരൻ ചെങ്കുട്ടുവൻ. രാജാതിരാജ, പരമേശ്വര ഭട്ടാരക, മനുകുലാദിത്യൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്നത് ചേര രാജാക്കന്മാരായിരുന്നു. രാജാതിരാജ, പരമേശ്വര ഭട്ടാരക, മനുകുലാദിത്യൻ എന്നീ പേരുകളിലെല്ലാം അറിയപ്പെട്ടിരുന്നത് ചേര രാജാക്കന്മാരായിരുന്നു. അതുപോലെ ചേര ഭരണകാലത്ത് നാടുവാഴികൾ അറിയപ്പെട്ടിരുന്നത് വാഴുന്നവർ അല്ലെങ്കിൽ ഉടയവർ എന്നായിരുന്നു. ഓക്കെ, ചേര ഭരണകാലത്ത് നാടുവാഴികൾ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് വാഴുന്നവർ, ഉടയവർ എന്നുള്ളത്. എന്നാൽ ചേര രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരുകളാണ് രാജാതിരാജ, പരമേശ്വര ഭട്ടാരക, മനുകുലാദിത്യൻ എന്നീ പേരുകൾ. പിന്നെ നൂറ്റാണ്ട് യുദ്ധം നടന്നത് ചേരന്മാരും ചോളന്മാരും തമ്മിലായിരുന്നു. അവരുടെ യുദ്ധം ഒരു നൂറ്റാണ്ടോളം നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനെ നൂറ്റാണ്ട് യുദ്ധം എന്ന് പറയുന്നത്. അത് ചേരന്മാരും ചോളന്മാരും തമ്മിലായിരുന്നു നൂറ്റാണ്ട് യുദ്ധം നടന്നിരുന്നത്. ഇനി ചേര സാമ്രാജ്യത്തിൻ്റെ അധപതനത്തിന് കാരണം ഈ ചേര ചോള യുദ്ധങ്ങളായിരുന്നു. ഈ ചേര രാജവംശത്തിൻ്റെ തലസ്ഥാനം വാഞ്ചിയും കരൂരും ആയിരുന്നു. ഓക്കെ, ചേര രാജവംശത്തിൻ്റെ തലസ്ഥാനം വാഞ്ചിയും കരൂരും ആയിരുന്നു.
ഇനി അവരുടെ രാജകീയ മുദ്ര എന്ന് പറയുന്നത് അമ്പും വില്ലും ആയിരുന്നു. ചേര രാജവംശത്തിൻ്റെ രാജകീയ മുദ്ര അമ്പും വില്ലും ആയിരുന്നു എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. പിന്നെ ചിലപ്പതികാരത്തിൽ പരാമർശിക്കപ്പെടുന്ന ഒരു ചേര രാജാവാണ് ചേരൻ ചെങ്കുട്ടുവൻ. ഓക്കെ, ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന ചേര രാജാവാണ് ചേരൻ ചെങ്കുട്ടുവൻ എന്നുള്ളത് ഓർക്കുക. ഇത്രയാണ് നമുക്ക് ചേര രാജവംശവുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. കേരളപുത്രർ, ചേരളപുത്രർ എന്നെല്ലാം അറിയപ്പെട്ടിരുന്നത് ചേര രാജവംശമാണ്. ചുവന്ന ചേരൻ ചേരൻ ചെങ്കുട്ടുവനാണ്. അദ്ദേഹമാണ് ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന ചേര രാജാവ്. പിന്നെ ചേര രാജാക്കന്മാർ അറിയപ്പെടുന്ന പേരുകളാണ് ചുവന്ന ചേരൻ, രാജാതിരാജ, പരമേശ്വര ഭട്ടാരക, മനുകുലാദിത്യൻ എന്നീ പേരുകളിൽ. പിന്നെ നാടുവാഴികൾ അറിയപ്പെട്ടിരുന്നതാണ് വാഴുന്നവർ, ഉടയവർ എന്നെല്ലാം. ഓക്കെ, അപ്പം നമുക്ക് അടുത്തത് നമ്മളുടെ ചോള രാജവംശത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഓക്കെ, തെക്കേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജവംശങ്ങളിൽ ഒന്നാണ് ചോള രാജവംശം. ചോളന്മാരുടെ കാലഘട്ടം എന്ന് പറയുന്നത് 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയാണ്. കിഴക്കൻ തീരത്ത് പെണ്ണാറിനും വെള്ളാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രാജവംശമാണ് ചോളവംശം. കിഴക്കൻ തീരത്ത് പെണ്ണാറിനും വെള്ളാറിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ചോള രാജവംശം. ചോള സാമ്രാജ്യ സ്ഥാപകൻ പരാന്തകൻ ഒന്നാമൻ ആണ്. ചോള സാമ്രാജ്യ സ്ഥാപകനാണ് പരാന്തകൻ ഒന്നാമൻ. ഇനി ചോളന്മാരുടെ രാജകീയ മുദ്രയാണ് കടുവ. അതുപോലെ അവരുടെ തലസ്ഥാനം തഞ്ചാവൂരും ആയിരുന്നു. എന്നാൽ അവരുടെ ആദ്യ തലസ്ഥാനമായിരുന്നു ഉറയൂർ. ചോളവംശത്തിൻ്റെ ആദ്യ തലസ്ഥാനമായിരുന്നു ഉറയൂർ. എന്നാൽ അത് പിന്നീട് തഞ്ചാവൂരിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഇനി തമിഴ് സാഹിത്യത്തിലെ സുവർണ കാലഘട്ടം എന്നാണ് ചോള രാജവംശ കാലഘട്ടം അറിയപ്പെടുന്നത്. ഓക്കെ, ചോളവംശ കാലഘട്ടമാണ് തമിഴ് സാഹിത്യത്തിലെ സുവർണ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. ഇനി ചോളന്മാരുടെ ഗ്രാമഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ് ഉത്തരമേരൂർ ശാസനം. ഉത്തരമേരൂർ ശാസനത്തിലാണ് ചോളന്മാരുടെ ഗ്രാമഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. പിന്നെ വില്ലേജ് സമ്പ്രദായം നടപ്പിലാക്കിയ ആദ്യ രാജവംശമാണ് ചോള രാജവംശം. അതുപോലെ ഗ്രാമസഭകൾ അറിയപ്പെട്ടിരുന്നത് ഊര് എന്നായിരുന്നു. ഇനി ചോള രാജവംശത്തെ ആദ്യകാല ചോളവംശം എന്നും രണ്ടാം ചോളവംശം എന്നിങ്ങനെയായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ രാജേന്ദ്ര ചോളൻ നിർമ്മിച്ച തലസ്ഥാന നഗരമായിരുന്നു ഗംഗൈകൊണ്ട ചോളപുരം. ഓക്കെ, ഗംഗൈകൊണ്ട ചോളപുരം എന്നുള്ളത് രാജേന്ദ്ര ചോളൻ നിർമ്മിച്ച തലസ്ഥാന നഗരമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിയപ്പെടുന്നത് ഗംഗൈകൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളനാണ്. ഓക്കെ, അതുപോലെ ചോളന്മാരുടെ ആധിപത്യ പ്രദേശമായിരുന്നു ചോളമണ്ഡലം. ഇനി പുഹാർ എന്നറിയപ്പെട്ട തുറമുഖമായിരുന്നു കാവേരിപുരം പട്ടണം. ഇനി ഈ രാജേന്ദ്ര ചോളൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് പണ്ഡിതവത്സലൻ. അപ്പോൾ ഗംഗൈകൊണ്ട ചോളൻ എന്നും പണ്ഡിതവത്സലൻ എന്നും അറിയപ്പെട്ടിരുന്ന രാജാവായിരുന്നു രാജേന്ദ്ര ചോളൻ. ഇനി കാവേരിക്ക് കുറുകെ ആദ്യമായി അണക്കെട്ട് നിർമ്മിച്ച രാജാവായിരുന്നു കരികാല ചോളൻ. കാവേരിക്ക് കുറുകെ ആദ്യമായി അണക്കെട്ട് നിർമ്മിച്ച രാജാവ് കരികാല ചോളനാണ്. ഇനി ശ്രീലങ്ക കീഴടക്കിയ ആദ്യ ചോള രാജാവാണ് രാജേന്ദ്ര ചോളൻ. ദക്ഷിണേന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ ശക്തിയായിരുന്നത് ചോളന്മാർ ആയിരുന്നു. അവരുടെ രാജഭരണം നിർവഹിച്ചിരുന്നത് രാജാവ്, മന്ത്രിമാര്, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന ഒരു കേന്ദ്ര ഭരണകൂടമായിരുന്നു. ഓക്കെ, രാജാവുണ്ടാവും, മന്ത്രിമാരുണ്ടാവും, പിന്നെ കുറേ ഉദ്യോഗസ്ഥരും ഉണ്ടാവും. ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഒരു കേന്ദ്ര ഭരണകൂടമാണ് രാജഭരണം നിർവഹിച്ചിരുന്നത്. രാജഭരണത്തിൻ്റെ പിന്തുടർച്ചാവകാശം മക്കത്തായം അനുസരിച്ച് ആയിരുന്നു. ഇനി രാജശാസനങ്ങൾ മറ്റു ഉദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുത്തിരുന്ന പ്രധാന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നതാണ് ഓലൈ നായകം. ഓക്കെ, അതായത് ഇവർ ഓലയിൽ എഴുതിയിട്ടായിരിക്കും ചിലപ്പോൾ കൊടുക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഓലൈ നായകം എന്ന് അറിയപ്പെട്ടിരുന്നത്.
ഇനി ചോള ഭരണത്തിൻ്റെ പ്രധാന സവിശേഷതയായിരുന്നു ശക്തമായ നാവികപ്പടയോടുകൂടിയ സൈനിക സംവിധാനം. ഏറ്റവും ശക്തമായ നാവിക ശക്തി ഉണ്ടായിരുന്നത് ചോളന്മാർക്ക് ആയിരുന്നു. ഓക്കെ, ചോള ഭരണത്തിൻ്റെ പ്രധാന സവിശേഷതയാണ് ശക്തമായ നാവികപ്പടയോട് കൂടിയിട്ടുള്ള സൈനിക സംവിധാനം. അതുപോലെ ഏറ്റവും ശക്തമായ നാവിക ശക്തി ഉണ്ടായിരുന്നത് ചോളന്മാർക്കും ആണ്. ഇനി ചോളന്മാരുടെ തടാകം എന്നറിയപ്പെടുന്നത് ബംഗാൾ ഉൾക്കടലിനെയാണ്. ഓക്കെ, ചോളന്മാരുടെ തടാകം എന്നറിയപ്പെട്ടിരുന്നത് ബംഗാൾ ഉൾക്കടലാണ്. ഇനി ചോള സാമ്രാജ്യം മലേഷ്യ, ഇന്തോനേഷ്യ, സിലോൺ എന്നീ പ്രദേശങ്ങളിലും വ്യാപിച്ചിരുന്നു. പിന്നെ ചോള രാജവംശത്തിലെ പ്രമുഖനായിരുന്ന രാജാക്കന്മാരാണ് രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. ഓക്കെ, രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ചോള രാജവംശത്തിന് ഒരു സ്ഥിരം സൈന്യവും നാവികസേനയും ഭരണസമ്പ്രദായവും കൈവന്നത് രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ എന്നിവരുടെ ഭരണകാലത്ത് ആയിരുന്നു. ഭരണസൗകര്യത്തിനായി ചോള രാജ്യത്തെ മണ്ഡലങ്ങൾ, വളനാടുകൾ, നാടുകൾ, കൊട്ടം എന്നിങ്ങനെയായി വിഭജിച്ചിരിക്കുന്നു. ഓക്കെ, ഭരണസൗകര്യത്തിനായിട്ട് ചോള രാജ്യത്തെ മണ്ഡലങ്ങൾ എന്നും വളനാടുകൾ എന്നും നാടുകളും കൊട്ടം എന്നിങ്ങനെയായി വിഭജിച്ചിരുന്നു. സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹമാണ് കൊട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹമാണ് കൊട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഗ്രാമഭരണത്തിനായി പ്രവർത്തിച്ചിരുന്ന 2 സമിതികളായിരുന്നു ഊർ എന്നും സഭ എന്നും അറിയപ്പെടുന്നത്. ഗ്രാമഭരണത്തിനായി പ്രവർത്തിച്ചിരുന്ന 2 സമിതികളാണ് ഊരും സഭയും. ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സമിതിയാണ് ഊര്. ഓക്കെ, ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സമിതിയായിരുന്നു ഊര് എന്നുള്ളത്. എന്നാൽ ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ട സമിതിയാണ് സഭ. ഓക്കെ, അപ്പം ഗ്രാമഭരണത്തിനായി പ്രവർത്തിച്ചിരുന്ന 2 സമിതികളാണ് ഊരും സഭയും. ഊർ എന്ന് പറയുന്നത് ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെട്ട സമിതിയാണ്. എന്നാൽ ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ട സമിതിയാണ് സഭ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഭരണനിർവഹണത്തിനായി സഭയെ പല പഞ്ചായത്തുകളായി തിരിച്ച് ചുമതലകൾ നിശ്ചയിച്ച് നൽകിയിരുന്നു. ഓക്കെ, ഇനി പെരുമക്കൾ എന്നാണ് സഭയിലെ അംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ വാരിയ പെരുമക്കൾ എന്നാണ് പഞ്ചായത്തിലെ അംഗങ്ങൾ അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, വാരിയ പെരുമക്കൾ എന്നുള്ളത് പഞ്ചായത്തിലെ അംഗങ്ങളും പെരുമക്കൾ എന്നുള്ളത് സഭയിലെ അംഗങ്ങളുമാണ് അറിയപ്പെട്ടത്. ഇനി ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും അധികാരങ്ങളും നിക്ഷിപ്തമായിരിക്കുന്നത് സഭയിലായിരുന്നു. ഓക്കെ, ക്ഷേത്രങ്ങൾക്കു വേണ്ടി ഭൂമി സ്വീകരിക്കുക, ഭൂമി അളന്നു തിട്ടപ്പെടുത്തി നികുതി പിരിക്കുക, ജനക്ഷേമത്തിനു വേണ്ടിയുള്ള മരാമത്തുപണികൾ നടത്തുക, രേഖകളും കണക്കുകളും സൂക്ഷിക്കുക, ഗ്രാമത്തിലെ നീതിന്യായ ഭരണം നിർവഹിക്കുക എന്നിവയെല്ലാമായിരുന്നു സഭയുടെ അധികാരങ്ങൾ. ഓക്കെ, ക്ഷേത്രങ്ങൾക്കു വേണ്ടി ഭൂമി സ്വീകരിക്കുക, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി പിരിക്കുക, ജനക്ഷേമത്തിന് വേണ്ടിയുള്ള മരാമത്ത് പണികൾ നടത്തുക, രേഖകളും കണക്കുകളും സൂക്ഷിക്കുക, ഗ്രാമത്തിലെ നീതിന്യായ ഭരണം നിർവഹിക്കുക എന്നിവയായിരുന്നു സഭയുടെ അധികാരങ്ങൾ. ഇനി നമുക്ക് ചോള രാജാക്കന്മാരുടെ കുറച്ച് വിശേഷണങ്ങൾ നോക്കാം. ആദ്യം നോക്കേണ്ടത് നമ്മളുടെ ഈ ചോള രാജവംശത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വിജയാലയ ആണ്. ഓക്കെ, ചോള രാജവംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് വിജയാലയ ആണ്. ഇനി ചോള സാമ്രാജ്യ സ്ഥാപകൻ പരാന്തക ഒന്നാമനാണ്. മധുരൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നതും പരാന്തക ഒന്നാമനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് രാജേന്ദ്ര ചോളൻ ആണ്. അതുപോലെ പണ്ഡിതവത്സലൻ എന്നറിയപ്പെടുന്നതും രാജേന്ദ്ര ചോളൻ തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചോളന്മാരുടെ ആദ്യ തലസ്ഥാനം എന്ന് പറയുന്നത് ഉറയൂർ ആണ് എന്ന് പറഞ്ഞു. ആ ഉറയൂർ എന്നുള്ളത് പരുത്തി വ്യവസായത്തിന് പ്രശസ്തമായ ചോള പട്ടണമായിരുന്നു. ഓക്കെ, ഇനി തഞ്ചാവൂരിലെ പ്രശസ്തമായ ബൃഹദ്വേശ്വര ക്ഷേത്രവും രാജരാജേശ്വര ക്ഷേത്രം എന്നിവയെല്ലാം പണികഴിപ്പിച്ചത് രാജരാജ ചോളനായിരുന്നു. ചോള രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവാണ് രാജരാജ ചോളൻ ഒന്നാമൻ. ശ്രീലങ്കയും മാലിദ്വീപും പിടിച്ചെടുത്ത ചോള രാജാവായിരുന്നു അദ്ദേഹം. രാജകേസരി,
അരുമോലിവർണ്ണൻ, ചോളമാർത്താണ്ഡ എന്നിങ്ങനെയെല്ലാം അറിയപ്പെട്ടിരുന്നത് രാജരാജ ചോളനാണ്. ഓക്കെ, രാജകേസരി എന്നും അരുമോലിവർണ്ണൻ, ചോളമാർത്താണ്ഡ എന്നിങ്ങനെ അറിയപ്പെട്ടത് രാജരാജ ചോളനാണ് എന്നുള്ളത് ഓർക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം പണിയെഴുപ്പിച്ചതും രാജരാജ ചോളനാണ്. ഓക്കെ, ചേര രാജാവായിട്ടുള്ള ഉദിയൻ ചേരലാതനെ വെണ്ണി യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ചോളരാജാവായിരുന്നു കരികാല ചോളൻ എന്നുള്ളത്. ഇനി ചോള രാജവംശകാലത്തെ പ്രധാന സവിശേഷതയായിരുന്ന ഗ്രാമസ്വയം ഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് ഉത്തരമേരൂർ ശാസനം എന്നുള്ളത്. ഇനി ദക്ഷിണമേരു എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ക്ഷേത്രം ബൃഹദ്വേശ്വര ക്ഷേത്രമാണ്. പിന്നെ ചോള കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന, അത് നമ്മൾ പറഞ്ഞു, കൊട്ടം എന്നാണ്. സ്വയം ഭരണാധികാരമുള്ള ഗ്രാമങ്ങളുടെ സമൂഹമാണ് കൊട്ടം എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി ചോള ഭരണകാലത്ത് ബ്രാഹ്മണർക്ക് ദാനം ലഭിച്ച ഭൂമി അറിയപ്പെടുന്നത് ബ്രഹ്മദേയ എന്നുള്ള പേരിൽ ആയിരുന്നു. ഇനി ചോള ഭരണകാലത്ത് കർഷകരുടെ കയ്യിലുള്ള ഭൂമി അറിയപ്പെട്ടത് വെള്ളാൻ വങ്കൈ എന്നാണ്. പിന്നെ ചോള ഭരണകാലത്ത് ജൈന സ്ഥാപനങ്ങൾക്ക് നൽകിയ ഭൂമിയാണ് പള്ളിച്ചാണ്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സ്ലൈഡിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോള രാജവംശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചോള രാജവംശവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി അടുത്തത് നമുക്ക് പാണ്ഡ്യ രാജവംശവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് എന്നുള്ളത് നോക്കാം. ദക്ഷിണേന്ത്യ ഭരിച്ച മറ്റൊരു പ്രമുഖ രാജവംശമാണ് പാണ്ഡ്യ രാജവംശം. പാണ്ഡ്യ രാജ്യത്തെ മുത്തുകൾ വിളയുന്ന നാട് എന്ന് വിശേഷിപ്പിച്ചത് മെഗസ്തനീസ് ആണ്. ഓക്കെ, ഇനി പാണ്ഡ്യ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ രാജ്യം എന്ന് മാർക്കോ പോളോ വിശേഷിപ്പിച്ചു. പാണ്ഡ്യ രാജ്യത്തിനെ ഏറ്റവും സമ്പന്നമായ രാജ്യം എന്നാണ് മാർക്കോ പോളോ വിശേഷിപ്പിച്ചത്. ഇവരുടെ തലസ്ഥാനം എന്ന് പറയുന്നത് മധുരയായിരുന്നു. ഇവരുടെ രാജകീയ മുദ്ര മത്സ്യവും ആയിരുന്നു. ഓക്കെ, പാണ്ഡ്യന്മാരുടെ രാജകീയ മുദ്രയായിരുന്നു മത്സ്യം. അതുപോലെ മധുരയാണ് പാണ്ഡ്യന്മാരുടെ തലസ്ഥാനമായി പ്രവർത്തിച്ചിരുന്നത്. ആ പാണ്ഡ്യ രാജവംശത്തിൻ്റെ രാജകീയ മുദ്ര എന്ത് എന്നുള്ളത് കറക്റ്റായിട്ട് എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ശുദ്ധജല മത്സ്യമായിരുന്നു, കരിമീൻ. ഇനി പാണ്ഡ്യ രാജവംശകാലത്തെ പ്രധാന തുറമുഖമായിരുന്നു കോർക്കൈ. അതുപോലെ പാണ്ഡ്യ രാജവംശത്തിലെ പ്രശസ്തനും പ്രഗത്ഭനുമായ ഭരണാധികാരിയാണ് നെടുഞ്ചേഴിയൻ. ചിലപ്പതികാരത്തിൽ പരാമർശിക്കുന്ന പാണ്ഡ്യ രാജാവാണ് നെടുഞ്ചേഴിയൻ. പാണ്ഡ്യ രാജവംശത്തെ മുത്തുകളുടെ രാജ്യം എന്ന് വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരിയാണ് മെഗസ്തനീസ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഇനി റോമിലെ രാജാവായിട്ടുള്ള അഗസ്റ്റസ് സീസറുമായി സൗഹൃദ ബന്ധമുണ്ടായിരുന്നെന്ന് കരുതപ്പെടുന്ന ഇന്ത്യയിലെ രാജവംശമാണ് പാണ്ഡ്യ രാജവംശം. ഓക്കെ, ഇനി നമ്മളിപ്പോൾ ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങളെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ പാണ്ഡ്യ രാജവംശത്തിൻ്റെ തലസ്ഥാനം മധുരയാണ് എന്ന് പറഞ്ഞു. രാജകീയ മുദ്ര ശുദ്ധജല മത്സ്യമായുള്ള കരിമീനാണ്. ഇനി ചേര രാജവംശത്തിൻ്റെ തലസ്ഥാനം വാഞ്ചിയും കരൂറുമാണ് എന്ന് പറഞ്ഞു. അവരുടെ രാജകീയ മുദ്ര അമ്പും വില്ലും. ഇനി ചോള രാജവംശത്തിൻ്റെ തലസ്ഥാനം ഉറയൂറും തഞ്ചാവൂരും ആണ്. അവരുടെ രാജകീയ മുദ്ര കടുവ ആയിരുന്നു. ഇനി രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞം ആണ്. രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെടുന്നത് വിഴിഞ്ഞമാണ്. എന്നാൽ രാജരാജ ചോള പട്ടണം എന്നറിയപ്പെട്ടിരുന്നത് കന്യാകുമാരിയുമാണ്. ഓക്കെ, രാജരാജ ചോള പട്ടണം എന്നറിയപ്പെട്ടത് കന്യാകുമാരിയും രാജേന്ദ്ര ചോള പട്ടണം എന്നറിയപ്പെട്ടിരുന്നത് വിഴിഞ്ഞവുമാണ്. ഇനി പ്രാചീന കാലത്ത് രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഓക്കെ, രത്നാകര എന്നറിയപ്പെട്ടിരുന്ന സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം. ഇനി സിന്ധു സാഗർ എന്നറിയപ്പെട്ടിരുന്നത് അറബിക്കടലും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചോള തടാകം എന്നറിയപ്പെട്ടിരുന്നത് ബംഗാൾ ഉൾക്കടലും ആണ്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് പാണ്ഡ്യ രാജവംശവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാനുള്ളത്. അടുത്തത് നമുക്ക് കാകതീയ വംശത്തെക്കുറിച്ച് നോക്കാം. കാകതീയ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു വാറങ്കൽ. അതിൻ്റെ ആദ്യകാല തലസ്ഥാനം ഹനുമക്കൊണ്ട ആണ്. കാകതീയ രാജവംശത്തിൻ്റെ ആദ്യ തലസ്ഥാനം. അവരുടെ പിന്നീടുള്ള തലസ്ഥാനമായിരുന്നു വാറങ്കൽ. വാറങ്കലിൽ തലസ്ഥാനം നിർമ്മിച്ചത്
പ്രതാപരുദ്രനാണ്. പ്രതാപരുദ്രനാണ് വാറങ്കലിലേക്ക് തലസ്ഥാനത്തെ മാറ്റിയത്. ഇനി കാകതീയ രാജവംശത്തിലെ പ്രസിദ്ധയായ രാജ്ഞിയാണ് രുദ്രമാദേവി. അനുഷ്കേൻ്റെ ഒരു സിനിമയുണ്ട് രുദ്രമാദേവി എന്നുള്ളത്. ഓക്കെ. ഇനി റേച്ചൂർ കോട്ട നിർമ്മിച്ചത് ഈ രുദ്രമാദേവി ആയിരുന്നു. ഇനി കോഹിന്നൂർ രത്നത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥരായിരുന്നു കാകതീയ രാജവംശം എന്നുള്ളതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അതുപോലെ മധ്യകാല ഡെക്കാൻ ക്ഷേത്രവാസ്തു വിദ്യയിലെ തിളക്കമുള്ള രത്നം എന്നറിയപ്പെടുന്നത് രാമപ്പ ക്ഷേത്രം ആണ്. ഇനി കാകതീയ വംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാർ ആരെല്ലാമാണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതാപരുദ്രൻ ഒന്നാമനും ഗണപതി സേവ എന്നിവരെല്ലാവരും ആയിരുന്നു. അതുപോലെ വാറങ്കലിലെ 1000 തൂണുകളുടെ ക്ഷേത്രം പണികഴിപ്പിച്ച രാജവംശമായിരുന്നു കാകതീയ വംശം എന്നുള്ളത്. പിന്നെ ഡൽഹി ഭരിച്ച സുൽത്താൻമാരുടെ നിരന്തരമായ ആക്രമണത്തെ തുടർന്ന് കാകതീയ വംശം നാമാവശേഷമാവുകയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് കാകതീയ വംശവുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്. അടുത്തത് നമുക്ക് ബാമിനി വംശത്തെക്കുറിച്ച് നോക്കാം. അപ്പോൾ അടുത്തത് ബാമിനി വംശമാണ്. ബാമിനി വംശ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അലാവുദ്ദീൻ ബഹ്മൻ ഷാ ആണ്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് ഹസൻ ഗംഗു. അലാവുദ്ദീൻ ബഹ്മൻ ഷാ ആണ് ബാമിനി വംശ സ്ഥാപകൻ. അദ്ദേഹം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹസൻ ഗംഗു. ഇനി ബാമിനി രാജവംശത്തിൻ്റെ തലസ്ഥാനം ഗുൽബർഗ ആണ്. ഗുൽബർഗ. ഇനി ബാമിനി വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്നു ഫിറോസ് ഷാ ബാമിനി. ഫിറോസ് ഷാ ബാമിനിയാണ് ബാമിനി വംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരി. ഇനി ബാമിനി രാജവംശത്തിൻ്റെ തലസ്ഥാനം ഗുൽബർഗയിൽ നിന്ന് ബീദറിലേക്ക് മാറ്റിയത് അഹമ്മദ് ഷാ എന്ന രാജാവ് ആയിരുന്നു. ഓക്കെ, ബീദറിലേക്ക്, ഗുൽബർഗയിൽ നിന്ന് തലസ്ഥാനം ബീദറിലേക്ക് മാറ്റിയത് അഹമ്മദ് ഷാ ആണ്. ഗുൽബർഗേൻ്റെ പേര് അഹ്സാനാബാദ് എന്ന് മാറ്റിയത് അലാവുദ്ദീൻ ബഹ്മൻ ഷാ ആയിരുന്നു. ഗുൽബർഗ എന്ന സ്ഥലത്തിൻ്റെ പേര് അല്ലെങ്കിൽ തലസ്ഥാനത്തിൻ്റെ പേര് അഹ്സാനാബാദ് എന്ന് മാറ്റിയ ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ബഹ്മൻ ഷാ. ഇനി ബാമിനി വംശത്തിൽ പുരോഗമന ഭരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയത് മുഹമ്മദ് ഗവാൻ ആയിരുന്നു. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വ്യാപാരികളുടെ ദൈവം എന്ന പേരിലാണ് മുഹമ്മദ് ഗവാൻ അറിയപ്പെട്ടിരുന്നത്. 1482 ഗവാൻ വധിക്കപ്പെടുകയും ബാമിനി സാമ്രാജ്യം 5 പ്രവിശ്യകളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഗവാൻ, മുഹമ്മദ് ഗവാൻ, വ്യാപാരികളുടെ ദൈവം എന്നറിയപ്പെട്ടിരുന്ന മുഹമ്മദ് ഗവാൻ അല്ലെങ്കിൽ ബാമിനി വംശത്തിൽ പുരോഗമന ഭരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ മുഹമ്മദ് ഗവാൻ 1482 വധിക്കപ്പെടുകയും ബാമിനി സാമ്രാജ്യം 5 പ്രവിശ്യകളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. ഇനി ഹൈദരാബാദ് നഗരം പണികഴിപ്പിച്ച ബാമിനി വംശ രാജാവാണ് കുലി കുത്തബ് ഷാ. ഓക്കെ, കുലി കുത്തബ് ഷാ എന്ന രാജാവായിരുന്നു ഹൈദരാബാദ് നഗരം പണികഴിപ്പിച്ച ബാമിനി വംശ രാജാവ്. ഇനി അവസാന ബാമിനി രാജാവാണ് കലീമുള്ള. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1482 ഗവാൻ വധിക്കപ്പെടുകയും ബാമിനി സാമ്രാജ്യം 5 പ്രവിശ്യകളായി വിഭജിക്കപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അതിലെ 5 പ്രവിശ്യകളാണ് ഗോൽക്കൊണ്ടയ്, ബീജാപൂർ, അഹമ്മദ് നഗർ, ബീരാർ, ബീദർ. ഓക്കെ, ഗോൽക്കൊണ്ട, ബീജാപൂർ, അഹമ്മദ് നഗർ, ബീരാർ, ബീദർ എന്നിങ്ങനെ 5 പ്രവിശ്യകളിലായിട്ടായിരുന്നു ബാമിനി വംശം വിഭജിക്കപ്പെട്ടത്. ഓക്കെ, പിന്നെ ഈ ബാമിനി വംശത്തിൻ്റെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1347 മുതൽ 1527 വരെ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ബാമിനി വംശവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അടുത്തത് നമുക്ക് പാലാ വംശത്തെക്കുറിച്ച് നോക്കാം. പാലാ രാജവംശം. ഗോപാലൻ എന്ന രാജാവായിരുന്നു പാലാ രാജവംശ സ്ഥാപകൻ. ഓക്കെ, ഗോപാലൻ. അപ്പോൾ പാലാ രാജവംശം സ്ഥാപിച്ചത് ഗോപാലൻ എന്ന രാജാവ് ആയിരുന്നു. അതുപോലെ പാലാ രാജവംശത്തിലെ പ്രമുഖനായ രാജാവായിരുന്നു ധർമ്മപാലൻ. ഇനി നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ പാലാ രാജാവായിരുന്നു ധർമ്മപാലൻ. വിക്രമശില സർവകലാശാല സ്ഥാപിച്ചതും അദ്ദേഹം തന്നെയാണ്. ഇനി ബംഗാളിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് പാലാ രാജവംശ കാലഘട്ടമാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർക്കുക.
ഈ ധർമ്മപാലൻ എന്നുള്ളത് ഗോപാലൻ്റെ മകനാണ്. ഓക്കെ, ഗോപാലൻ എന്ന രാജാവിൻ്റെ മകനായിരുന്നു ധർമ്മപാലൻ. അദ്ദേഹമാണ് വിക്രമശില സർവകലാശാല സ്ഥാപിച്ചതും അതുപോലെ നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് നേതൃത്വം നൽകിയ പാല രാജാവ്. ഓക്കെ, അതുപോലെ ബംഗാളി ഭാഷയിൽ ഈ പാല എന്ന വാക്കിൻ്റെ അർത്ഥം സംരക്ഷകൻ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മാത്രമാണ് എന്തുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളൂ, പാല വംശത്തെക്കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് യാദവ വംശത്തെക്കുറിച്ച് നോക്കാം. യാദവ വംശം എന്ന് പറയുന്നതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നോക്കാനുള്ളത്. അതിൽ യാദവ വംശ സ്ഥാപകൻ ധൃതപ്രഹരനാണ് യാദവ വംശം സ്ഥാപിച്ചത്. അതുപോലെ സുബാഹുവിൻ്റെ പുത്രനായിരുന്നു ധൃതപ്രഹരൻ. ശ്രീകൃഷ്ണൻ്റെ വംശക്കാരെന്ന് അവകാശപ്പെടുന്ന രാജവംശമാണ് ഈ യാദവ വംശം. യാദവ വംശത്തിൻ്റെ തലസ്ഥാനം ദേവഗിരിയാണ്. ദേവഗിരി ഇപ്പോൾ അറിയപ്പെടുന്നത് ദൗലത്താബാദ് എന്നാണ്. അതിൻ്റെ പേര് വീണ്ടും മാറ്റിയിട്ടുണ്ട്. ദേവഗിരി എന്നത് അറിയപ്പെട്ടിരുന്നത് ദൗലത്താബാദ് എന്നുള്ളതാണ്. ഇനി യാദവ വംശത്തിലെ ഏറ്റവും പ്രശസ്തനായ ഭരണാധികാരിയാണ് സിംഹണ രണ്ടാമൻ. ഓക്കെ, പിന്നെ ഈ രാമചന്ദ്രൻ എന്ന രാജാവിൻ്റെ പിൻഗാമിയായിട്ടുള്ള സിംഹണ മൂന്നാമൻ അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യത്തോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് യാദവ വംശം അവസാനിക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, അപ്പോൾ സിംഹണ മൂന്നാമൻ അലാവുദ്ദീൻ ഖിൽജിയുടെ സൈന്യത്തോട് പരാജയപ്പെട്ടതിനെ തുടർന്ന് യാദവ വംശം അവസാനിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളെ കുറച്ച് വലിയ ടോപ്പിക്കായിട്ടുള്ള വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വരാം നമുക്ക്. അപ്പോൾ വിജയനഗര സാമ്രാജ്യം. ഓക്കെ, വിജയനഗര സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട രാജവംശങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇതൊരു വിജയനഗര സാമ്രാജ്യമാണല്ലോ, അതിൽ ചെറിയ ചെറിയ രാജവംശങ്ങളുണ്ട്. അത് ഏതെല്ലാമാണെന്ന് നോക്കിയാൽ സംഗമ വംശം, പിന്നെ സാലുവ വംശം, തുളുവ വംശം, അരവിഡു വംശം. ഈ സംഗമ വംശത്തിൻ്റെ സ്ഥാപകനാണ് ഹരിഹര ഒന്നാമനും ബുക്കനും. ഇതാണ് ആദ്യമായിട്ടുണ്ടായ വംശം അല്ലെങ്കിൽ രാജവംശം. ഇനി സാലുവ വംശത്തെ സ്ഥാപകനാണ് സാലുവ നരസിംഹൻ. അതുപോലെ തുളുവ വംശസ്ഥാപകനായിരുന്നു വീരനരസിംഹൻ. ഇനി അരവിഡു വംശസ്ഥാപകനായിരുന്നു തിരുമല ദേവയാർ, തിരുമല നായക് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഇനി ജനറലി, അതായത് ആദ്യത്തെ രാജവംശമായിരുന്നു ഈ സംഗമ വംശം. അതിൻ്റെ സ്ഥാപകരെ തന്നെയാണ്, അതായത് ഹരിഹര ഒന്നാമനെയും ബുക്കനുമാണ് വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തന്നെ സ്ഥാപകന്മാർ എന്ന് അറിയപ്പെടുന്നത്. ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിതമായ വർഷം 1336 ആണ്. അതുപോലെ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് സഹായിച്ച ഇവരുടെ ഗുരുവാണ് വിദ്യാരണ്യ മഹർഷി. ഈ വിജയനഗര സാമ്രാജ്യം എന്നുള്ളത് ഇന്നത്തെ കർണാടകയിലും ആന്ധ്രയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പ്രതാപരുദ്രദേവൻ എന്ന കാകതീയ രാജാവിൻ്റെ റവന്യൂ ഉദ്യോഗസ്ഥരായിരുന്നു ഹരിഹരനും ബുക്കനും. ഓക്കെ, ഈ വിജയനഗര സാമ്രാജ്യം സ്ഥാപിക്കുന്ന സമയത്ത് ഡൽഹി സുൽത്താൻ ആര് എന്ന് ചോദിച്ചാൽ അത് മുഹമ്മദ് ബിൻ തുഗ്ലക് ആയിരുന്നു. പിന്നെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ഹംപിയാണ്. ഹംപി അറിയപ്പെടുന്നത് അവശിഷ്ടങ്ങളുടെ നഗരം എന്നാണ്. ഇനി പ്രാചീന കാലത്ത് കാംപില എന്നറിയപ്പെട്ടതും ഹംപി തന്നെയാണ്. ഇനി നമ്മളുടെ ലോട്ടസ് മഹൽ സ്ഥിതി ചെയ്യുന്നത് ഇതേ ഹംപിയിൽ തന്നെയാണ്. ഇനി വിജയനഗര സാമ്രാജ്യം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്ര നദിക്കരയിലാണ് എന്നുള്ളതും കൂടി ഒന്ന് ഓർത്തു വയ്ക്കുക. ഇനി ഇവരുടെ ഔദ്യോഗിക നാണയം, വിജയനഗര സാമ്രാജ്യത്തിലെ ഔദ്യോഗിക നാണയമാണ് വരാഹം. അതുപോലെ വിജയനഗര സാമ്രാജ്യത്തിലെ വാദ്യോപകരണമാണ് വീണ. വിജയനഗര സാമ്രാജ്യത്തിലെ ഔദ്യോഗിക ഭാഷ തെലുങ്കും സംസ്കൃതവും ആയിരുന്നു. ഇനി വിജയനഗര സാമ്രാജ്യത്തിലെ കേന്ദ്രഭരണം അറിയപ്പെട്ടിരുന്നത് നായങ്കര സമ്പ്രദായം എന്നും വിജയനഗര സാമ്രാജ്യത്തിലെ പ്രാദേശിക ഭരണം അറിയപ്പെട്ടിരുന്നത് അയ്യഗാർ സമ്പ്രദായം എന്നും ആയിരുന്നു. ഓക്കെ, ഇനി നമുക്ക് ഈ വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരിയായുള്ള കൃഷ്ണദേവരായരെ കുറിച്ച് നോക്കാം.
വിജയനഗര സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഒരു ഭരണാധികാരിയാണ് കൃഷ്ണദേവരായർ. കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടം 1509 മുതൽ 1529 വരെ ആയിരുന്നു. കൃഷ്ണദേവരായരുടെ രാജവംശമാണ് തുളുവ വംശം. കൃഷ്ണദേവരായരുടെ ഭരണകാലഘട്ടം അറിയപ്പെടുന്നത് പ്രബന്ധകാലം എന്നുള്ളതാണ്. ഇനി കൃഷ്ണദേവരായരുടെ മന്ത്രിസഭ അറിയപ്പെട്ടത് ഭുവന വിജയം എന്നും കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സ് അറിയപ്പെട്ടിരുന്നത് അഷ്ടദ്വിഗജങ്ങൾ എന്നുമായിരുന്നു. ഇനി തെലുങ്ക് സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരുടെ കാലഘട്ടമാണ്. ഇനി കൃഷ്ണദേവരായരുടെ സമകാലികനായിരുന്ന മുഗൾ ചക്രവർത്തിയാണ് ബാബർ. ഇനി ഇവർ നിർമ്മിച്ച നഗരമാണ് നഗീൽപുര. കൃഷ്ണദേവരായർ നിർമ്മിച്ച നഗരമാണ് നഗീൽപുര. അതുപോലെ ഹംപിയിലെ ഹസാര രാമക്ഷേത്രം, വിരുപക്ഷ ക്ഷേത്രം എന്നിവ പണികഴിപ്പിച്ച ഭരണാധികാരി കൂടിയാണ് ഇദ്ദേഹം. ഇനി പോർച്ചുഗീസ് വൈസ്രോയിയായ അൽബുക്കർക്കിന് ബദക്കലിൽ കോട്ട പണിയാനായിട്ട് അനുവാദം നൽകിയ ഭരണാധികാരിയും കൃഷ്ണദേവരായർ ആണ്. 1520 ഇസ്മായിൽ ആദിൽ ഷായെ പരാജയപ്പെടുത്തി റേച്ചൂർ കോട്ട പിടിച്ചെടുത്തതും കൃഷ്ണദേവരായർ ആയിരുന്നു. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട PSC കൃഷ്ണദേവരുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇദ്ദേഹം അറിയപ്പെടുന്ന അല്ലെങ്കിൽ വിശേഷിപ്പിക്കപ്പെടുന്ന പേരുകളെ വെച്ച്. ആന്ധ്ര ഭോജൻ, അഭിനവ ഭോജൻ, ആന്ധ്ര പിതാമഹൻ, കന്നഡ രാജ്യ രാമരമണ എന്നെല്ലാം അറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ ആണ്. ആന്ധ്ര ഭോജൻ, അഭിനവ ഭോജൻ, ആന്ധ്ര പിതാമഹൻ, കന്നഡ രാജ്യ രാമരമണ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായരാണ്. ഇനി വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരിയാണ് അഥനേഷ്യസ് നികിതിൻ എന്നത് ഒരു റഷ്യൻ സഞ്ചാരിയാണ്. അദ്ദേഹമാണ് വിജയനഗര സാമ്രാജ്യം സന്ദർശിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലേക്കുള്ള കടൽ യാത്ര അല്ലെങ്കിൽ വോയേജ് ടു ഇന്ത്യ എന്ന കൃതി രചിച്ചത് അഥനേഷ്യസ് നികിതിൻ ആണ്. ഇനി വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായ യുദ്ധമാണ് തളിക്കോട്ട യുദ്ധം അല്ലെങ്കിൽ രാക്ഷസ തങ്കിടി യുദ്ധം എന്നറിയപ്പെടുന്നത്. 1565 തളിക്കോട്ട യുദ്ധം നടന്നത്. തളിക്കോട്ട യുദ്ധസമയത്തെ വിജയനഗര രാജാവായിരുന്നു സദാശിവരായർ. ആ തളിക്കോട്ട യുദ്ധത്തിൽ വിജയനഗര സൈന്യത്തെ നയിച്ചത് രാമരായർ ആയിരുന്നു. ഇന്ത്യയിലെ വാട്ടർലൂ എന്നാണ് തളിക്കോട്ട യുദ്ധം അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഹരിഹരൻ ഒന്നാമൻ്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇബ്നു ബത്തൂത്തയുടെ കൃതിയാണ് രഹ്ല. ഇനി മധുര മീനാക്ഷി ക്ഷേത്രം പണികഴിപ്പിച്ച വിജയനഗര ഭരണാധികാരിയാണ് തിരുമല നായക്. ഓക്കെ, ഇനി ആ കൃഷ്ണദേവരായരുടെ സദസ്സിലെ ആസ്ഥാന കവി അല്ലസനി പെദ്ദണ്ണ ആണ്. അദ്ദേഹമാണ് ആന്ധ്ര കവിതകളുടെ പിതാമഹൻ എന്ന് അറിയപ്പെടുന്നത്. അല്ലസനി പെദ്ദണ്ണ. അദ്ദേഹം തെലുങ്ക് കവിതകളുടെ പിതാവ് എന്നും കൂടെ അറിയപ്പെടുന്നത്. ആന്ധ്ര കവിതകളുടെ പിതാമഹൻ എന്നും തെലുങ്ക് കവിതകളുടെ പിതാവ് എന്നും അറിയപ്പെടുന്നത് അല്ലസനി പെദ്ദണ്ണ ആണ്. മനുചരിതം എന്ന കൃതി രചിച്ചതും ഇദ്ദേഹമാണ്. ഇനി കൃഷ്ണദേവരായരുടെ സദസ്സിലെ വിദൂഷകനാണ് തെന്നാലി രാമൻ. അദ്ദേഹത്തിൻ്റെ കൃതികളാണ് പാണ്ഡുരംഗ മഹാത്മ്യം എന്നുള്ളതും ഗദ്ദിക ചലന മഹാത്മ്യം എന്നുള്ളതും തെന്നാലി രാമൻ്റെ കൃതികളാണ്. ഇനി കൃഷ്ണദേവരായരുടെ കുറച്ച് കൃതികളുണ്ട്, അത് ഞാൻ പറയാം, ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അമുക്തമാല്യത, ഉഷാപരിണയം, ജാംബവതി കല്യാണം. ഈ രണ്ടെണ്ണം, ഉഷാപരിണയവും ജാംബവതി കല്യാണവും സംസ്കൃതത്തിൽ രചിച്ചിട്ടുള്ള കൃതികളാണ്. പിന്നെ സത്യവധു പരിണയം, ജ്ഞാനചിന്താമണി, മദാലസ ചരിതം, സകല കഥാരസം എന്നിവയെല്ലാം തന്നെ കൃഷ്ണദേവരായരുടെ പ്രധാന കൃതികളാണ്. അമുക്തമാല്യത, സത്യവധു പരിണയം, ജ്ഞാനചിന്താമണി, മദാലസ ചരിതം, സകല കഥാരസം. പിന്നെ ഉഷാപരിണയവും ജാംബവതി കല്യാണവും സംസ്കൃത കൃതികളാണ്. ഓക്കെ, ഇനി കൃഷ്ണദേവരായരുടെ കൊട്ടാരം സന്ദർശിച്ച വൈഷ്ണവ സന്യാസിമാരാണ് വല്ലഭാചാര്യയും ചൈതന്യയും.
ഇനി ഖുറാൻ കൈവശം സൂക്ഷിച്ചിരുന്ന വിജയനഗര ഭരണാധികാരിയാണ് ദേവരായർ രണ്ടാമൻ. വിജയനഗരത്തെ ബിസന ഗലിയ എന്ന് വിശേഷിപ്പിച്ച വിദേശ സഞ്ചാരിയാണ് നിക്കോളോ കോണ്ടി. ഓക്കെ, ഇനി PSC ചോദിച്ചിട്ടുണ്ടായിരുന്നത് നമ്മളുടെ വിദേശ സഞ്ചാരികൾ ആരുടെ കാലഘട്ടത്ത് വന്നു എന്നുള്ളതിനെ വെച്ചിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് കുറച്ചൊന്ന് നമ്മുടെ വിജയനഗരം സന്ദർശിച്ച വിദേശ സഞ്ചാരികൾ ആരെല്ലാമാണ് എന്നുള്ളതൊന്ന് ലിസ്റ്റ് ചെയ്ത് പറയാം, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇബ്നു ബത്തൂത്ത, അദ്ദേഹം മൊറോക്കൻ സഞ്ചാരിയാണ്. അദ്ദേഹം വന്നത് ഹരിഹരൻ ഒന്നാമൻ്റെ ഭരണകാലഘട്ടത്താണ്. പിന്നെ ഡോമിൻ ഗോപ്പയസ് എന്നുള്ളത് പോർച്ചുഗൽ സഞ്ചാരിയാണ്. അദ്ദേഹം വന്നത് കൃഷ്ണദേവരായരുടെ കാലഘട്ടത്താണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ ഡ്യൂററ്റ് ബാർബോസ, ഓക്കെ, അതും പോർച്ചുഗൽ സഞ്ചാരി തന്നെയാണ്. അദ്ദേഹവും കൃഷ്ണദേവരായരുടെ കാലഘട്ടത്തിൽ തന്നെയാണ് വന്നത്. ഡോമിൻ ഗോപ്പയസും ഡ്യൂററ്റ് ബാർബോസയും പോർച്ചുഗൽ വിദേശ സഞ്ചാരികളാണ്. അവർ രണ്ടുപേരും വന്നത് കൃഷ്ണദേവരായരുടെ കാലഘട്ടത്താണ്. ഇനി ഫെർണോ ന്യൂനെസ്, അദ്ദേഹവും പോർച്ചുഗൽ സഞ്ചാരി തന്നെയാണ്. അദ്ദേഹം വന്നത് അച്യുതരായർ എന്ന രാജാവിൻ്റെ അല്ലെങ്കിൽ എന്ന ഭരണാധികാരിയുടെ കാലഘട്ടത്തിലാണ്. ഇനി നിക്കോളോ കോണ്ടി വന്നത് ദേവരായർ ഒന്നാമൻ്റെ കാലഘട്ടത്താണ്. അദ്ദേഹം ഒരു ഇറ്റാലിയൻ സഞ്ചാരിയാണ്, നിക്കോളോ കോണ്ടി. ഇനി അഥനേഷ്യസ് നികിതിൻ റഷ്യൻ സഞ്ചാരിയാണ്. അത് ദേവരായർ ഒന്നാമൻ്റെ കാലഘട്ടത്താണ് വന്നത്. ഇനി പേർഷ്യൻ സഞ്ചാരിയായിട്ടുള്ള അബ്ദുൾ റസാഖ് വന്നത് ദേവരായർ രണ്ടാമൻ്റെ ഭരണകാലഘട്ടത്താണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇപ്പം നമ്മൾ ലാസ്റ്റ് വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിലായിട്ട് തന്നെ പറഞ്ഞു. ഇവിടെ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്, അതെല്ലാം തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം. അപ്പം നമ്മളിന്ന് ഏകദേശം ഒരു 11ഓളം രാജവംശങ്ങളെക്കുറിച്ച് നമ്മളിന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ചെറുതും കുറച്ച് വലുതുമായിട്ടുള്ള രാജവംശങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനിയും നമുക്ക് രാജവംശങ്ങളെക്കുറിച്ച് കുറച്ചുകൂടെ നോക്കാനുണ്ട്, കുറച്ച് രാജവംശങ്ങളെക്കുറിച്ച് നോക്കാനുണ്ട്. അത് നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് നോക്കുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് ഇവരുടെ എല്ലാം കാലത്തെ ഭരണ സംവിധാനങ്ങളും അല്ലെങ്കിൽ സംഗീതം, കൃതികൾ, അതെല്ലാം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് നോക്കാനുണ്ട്. നമ്മൾ ഇന്ന് ഇത്രയും മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 11 രാജവംശത്തോളം നമ്മളിന്ന് നോക്കിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അതിനനുസരിച്ച് പഠിക്കുകയും ചെയ്യാം. അപ്പം നാളെ ബാക്കിയുള്ള രാജവംശങ്ങളുമായിട്ട് നമുക്ക് നാളെ ക്ലാസ്സിൽ കാണാം. അതുവരേക്കും താങ്ക് യു.